ہم تو رکھتے ہیں مسلمانوں کا دین، دل سے ہے خدا میں ختم المرسلین، دل سے ہے خدا میں ختم المرسلین، ختم المرسلین۔ اعوذ باللہ من الشیطان الرجیم، بسم اللہ الرحمن الرحیم۔ ناظرین کرام، السلام علیکم ورحمۃ اللہ وبرکاتہ۔ ناظرین، آج 11 مئی 2024 عیسوی ہفتے کا دن ہے۔ انڈیا میں اس وقت رات کے 10 بجے ہیں اور جی ایم ٹی کے مطابق اس وقت سپہر کے 4:30 بجے ہیں۔ اور ناظرین، یہ وقت ہے پروگرام راہ خدا کا۔ ناظرین، قادیان دارالمان سے اپنے لائیو ڈسکشن پروگرام راہ خدا کے 4 ایپیسوڈز پر مشتمل سیریز کے ساتھ ہم آپ کی خدمت میں حاضر ہیں۔ آج کا یہ ایپیسوڈ اس سیریز کا دوسرا ایپیسوڈ ہے۔ ناظرین، جیسا کہ آپ جانتے ہیں کہ پروگرام راہ خدا لائیو ہونے کے ساتھ ساتھ ایک انٹریکٹیو پروگرام بھی ہے، یعنی آپ اپنے سوالات کے ذریعہ ہمارے اس پروگرام میں شامل ہو سکتے ہیں۔ ہم سے جڑنے کے لیے آپ اپنی ٹیلی ویژن سکرینز پر ہم سے رابطے کی تمام تفاصیل ملاحظہ فرما رہے ہوں گے۔ آپ ہم سے ٹیلی فون لائنز کے ذریعہ رابطہ کر سکتے ہیں، اسی طرح ٹیکسٹ میسیجز، فیکس میسیجز اور ای میل کی سہولیت بھی دستیاب ہے۔ ہم اسٹوڈیو ڈسکشن کے ساتھ ساتھ آپ کے سوالات کو یہاں اسٹوڈیو میں موجود علماء کرام کے پینل میں پیش کرتے ہیں اور ہمارے علماء کرام اسی پروگرام کے ذریعہ ہمارے ناظرین کے سوالات کے جوابات دیتے ہیں۔ ناظرین، اس مکمل سیریز میں ہم سیدنا حضرت مرزا بشیر الدین محمود احمد صاحب خلیفۃ المسیح الثانی المصلح الموعود رضی اللہ تعالی عنہ کی تصنیف لطیف احمدیت പണ്ഡിതന്മാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മൗലാന ഹമീദ് കൗസർ സാബും മൗലാന ഷേഖ് മുജാഹിദ് അഹമ്മദ് ശാസ്ത്രി സാഹിബുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്നോടൊപ്പം ചർച്ചയ്ക്കുള്ളത്. ഞാൻ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരെ, അഹമ്മദിയത്ത് ഒരു പുതിയ മതത്തിൻ്റെ പേരല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ മറ്റൊരു പേരാണ്. ഇസ്ലാം എന്നുള്ള പേര് യഥാർത്ഥ ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ യഥാർത്ഥവും സൗന്ദര്യമായിട്ടുള്ള ആ സൗന്ദര്യം പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാണ് അഹമ്മദിയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ പരിപൂർണമായിട്ടുള്ള ദീനിൻ്റെ അത് പരിപൂർണമായിട്ടുള്ള ഒരു സന്ദേശമാകുന്നു. ഈ കാലഘട്ടത്തിൽ അതിനെ പ്രതിഫലിപ്പിക്കുന്ന യഥാർത്ഥ തർജുമാന, അതിൻ്റെ വക്താവായിട്ടുള്ളതാണ് അഹമ്മദിയ ജമാഅത്ത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ തുടർന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഹസ്രത്ത് മുസ്ലിം മൗദ് തൻഹു തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, അള്ളാഹു 1300 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ ഇറക്കിയ ആ വചനത്തെ പിന്തുണച്ചുകൊണ്ട് ഈ റിലീജിയസിൻ്റെ അതേ സംഘാടകരുടെക്ക് ഈ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുന്ന തൗഫീഖ് നൽകുകയുണ്ടായി. ഞാൻ ചോദിക്കുന്ന ചോദ്യം മൗലാന കൗസർ സാഹിബിനോട്, ഈ വചനങ്ങൾ ഏതാണ്, അതിൻ്റെ വിശദീകരണം എന്താണ്? പ്രേക്ഷകരെ, 1905 സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാഹിന അഹമ്മദിയ 5ാമത്തെ വാള്യം എഴുതുകയുണ്ടായി. അതിൽ ചില പദ്യങ്ങളും അദ്ദേഹം എഴുതുകയുണ്ടായി. അതിൽ ഒരു വരി, ആ രഹാ ഹൈ ഇസ് തരഫ് അഹ്റാറെ യൂറോപ്പ് കാ മിസാജ് നബ്സ് ഫിർ ചലനെ ലഗി, അതായത് അഹ്റാർ എന്ന് പറഞ്ഞാൽ
അതായത് യൂറോപ്പിലെ ആ സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ പ്രകൃതം ഇസ്ലാമിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം 1905 പറഞ്ഞത്. നബ്ദ് ഫിർ ചലനെ ലഗെ ഉർത്തോം കി നാഗഹാ ജിന്ദാബാദ്. ആത്മീയമായ ദീനിയായ ഈ ജനങ്ങൾ നിർജീവമായിരിക്കുകയാണ്. അവരിൽ ഒരു ആത്മീയത ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. 19 വർഷത്തിന് ശേഷം 1924 വെംബ്ലെ പ്രദർശനം ലണ്ടനിൽ നടക്കുന്നു. ഈ പ്രദർശനത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് ഒരു വ്യാവസായികമായ കച്ചവട സംബന്ധമായ ഒരു പ്രദർശനമായിരുന്നു. 6 മാസമായിരുന്നു എൻ്റെ കാലാവധി. ഇതിനിടയിൽ ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, ആരഹായ് ഇസ്തറഫ് അഹ്റാറ യൂറോപ്പ് കം മിസാജ്. യൂറോപ്പിലെ സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ ആ പ്രകൃതം ഇതിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഒരു മാർഗമുണ്ടായിക്കൊടുത്തു. കോടിക്കണക്കിന് ജനങ്ങളുടെ ഈ ഒരു സമ്മിളിതമായ അവസരത്തിൽ ആ മതവുമായി കുറച്ചെങ്കിലും താല്പര്യമുള്ളവർക്ക് അവർ കൊടുത്ത അഭിപ്രായം ഇതിലൊരു മത സമ്മേളനം കൂടി ആയിരിക്കണം. അങ്ങനെ അത് നടക്കുകയുണ്ടായി. ആ ആത്മീയമായിട്ടുള്ള ആ ഒരു കാര്യം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു പറയുണ്ടായി, നബ്ദ് ഫിർ ചലനെ ലഗെ. അത് നമ്മൾ സാധാരണയായിട്ട് ആക്കാവുന്നതാണ്. ഇതിൽ അള്ളാഹുവിൻ്റെ ഒരു മഹത്തായിട്ടുള്ള സന്ദേശമുണ്ടായിരുന്നു. ഈ സ്വതന്ത്ര പ്രേമികളായ ഈ യൂറോപ്യൻകാരുടെ പ്രകൃതം ഇസ്ലാമിലേക്ക് ചാഞ്ഞു തുടങ്ങി. ഒരു നിർജീവമായ ശരീരത്തിൽ ഒരു റൂഹ്, ഒരു ആത്മാവ് ഇടുന്നത് പോലെ അള്ളാഹു അതിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആത്മാവ് ജനിപ്പിക്കുകയുണ്ടായി. 19 വർഷങ്ങൾക്ക് ശേഷമാണ് അള്ളാഹു ഈ ഒരു സാഹചര്യം ഉണ്ടായിക്കൊടുത്തത്. ഈ മത സമ്മേളനം നടക്കുകയുണ്ടായി. അതിനുവേണ്ടി പറയപ്പെട്ടത് കാസ്ര സലീബ് ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സുപുത്രൻ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനോട് ക്ഷണിക്കപ്പെടുകയുണ്ടായി. ഹുസൂറിന് ആ സന്ദേശം എത്തുകയുണ്ടായി. ആ കാലത്തിൻ്റെ ഖലീഫക്ക് ആദ്യമായി കാദ്യാനിൽ നിന്ന് ഇത്ര ദൂരക്ക് പോകാനുള്ള അവസരം ലഭിക്കുകയായിരുന്നു. ഹുസൂർ ഇസ്തിഖാറയും ദുആയും ചെയ്തു. അതിനുശേഷം ഈ യാത്ര പുറപ്പെടുകയുണ്ടായി. 23 സെപ്റ്റംബർ 1924 വൈകുന്നേരം 5 മണിക്ക് ലണ്ടനിലെ ഈ ജലസ നടക്കുകയുണ്ടായി. അതിൽ ഹുസൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രസംഗം അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം, അത് ചൗധരി മുഹമ്മദ് ജഫറുല്ലാ ഖാൻ സാഹിബ് റളിയല്ലാഹു അൻഹു അത് വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലെ അൽ ഫസിൽ നാം വായിക്കുകയാണെങ്കിൽ 5 മണിക്ക് ഈ പ്രസംഗം ആരംഭിക്കുന്നതാണെന്ന് പറയുകയുണ്ടായി. ആ ഹാൾ മുഴുവനും ആളുകൾ കൊണ്ട് നിറയുകയുണ്ടായി. ഒരു കസേര പോലും ബാക്കിയുണ്ടായിരുന്നില്ല. കൃത്യമായി ഇട്ടുന്ന കസേരകളെല്ലാം തന്നെ വളരെ മാന്യതയോട് കൂടി നിരന്നു വന്ന് അവർ മൗനമായി നിശബ്ദതയോടുകൂടി ആ പ്രസംഗം ആരംഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കാൻ തുടങ്ങി. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ആ അധ്യക്ഷന്റെ പറഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിം മൗഊദ് സ്റ്റേജിലേക്ക് വരികയും ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പ്രസംഗം ആരംഭിക്കുന്നത്. ഈ പ്രസംഗം ആരംഭിക്കുമ്പോൾ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അള്ളാഹു ഈ വചനത്തിന്റെ സഹായത്തിനായിട്ട്, അതായത് 1300 വർഷം മുമ്പ് അള്ളാഹു ഇറക്കിയ ഒരു വിശുദ്ധ ഖുർആൻ വചനത്തിൽ മായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു അവർക്ക് ഈ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ആ വചനം എന്താണ്? അത് ഹുസൂർ തന്നെ സ്വയം പറയുകയുണ്ടായി, വസ്സാഫാത്തി സഫ. ഞാൻ ഹുസൂർ എന്ന തർജ്ജമ പറയുകയാണ്. ഈ അഹമ്മദിയത്ത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്, സത്യം ഒടുവിൽ വിജയശ്രീലതമാകുമെന്ന വസ്തുതയ്ക്ക് ഞാൻ സാക്ഷ്യം നൽകുന്നു. സാക്ഷ്യം നൽകുന്നത് എന്താണ്? ഈ സമ്മേളനത്തെ അണിയണികളായി ആളുകൾ ഇരിക്കുകയും, അതായത് കരസകളിലിരുന്ന ആ ആളുകൾ നിരന്നിരുന്നിരിക്കുന്നവർ അവരെ സാക്ഷ്യമായിട്ട് ഹദ്റത്ത് ഹുസൂർ പറയുകയാണ്,
ഇത് അള്ളാഹുവിന്റെ വചനം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ മറ്റു പലത്തിലുള്ള വിനോദ പരിപാടികളും നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു പ്രത്യേക മജ്ലിസായിരുന്നു, ഒരു സഭയായിരുന്നു. അവിടെ അള്ളാഹുവിന്റെ വചനം കേൾപ്പിക്കുന്നു. തുടർന്ന് പറയുന്നു ഫസാജിറാത്ത് സജ്റ, അതായത് അണിയണികളായി ആളുകൾ ഇരിക്കുകയും അത്തരം സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്ന സമിതികൾ മറ്റുള്ളവരുടെ, അതായത് വിവിധ മതസ്ഥല ശ്രേഷ്ഠതകളെ കുറിച്ചുള്ള പ്രബന്ധങ്ങൾ വായിക്കുന്നവരുടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ പറയുന്നു വത്താലിയാത്തി സിക്ര, അവകാശങ്ങളെ കവരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. ഇന്ന ഇലാഹുക്കും ലവാഹിദുൻ, ഇതിന്റെ അവസാന ഫലം എന്താണ്? ആകാശഭൂമികളുടെ മഴക്കടമിലുള്ളതിൻ്റെയും നാഥനും കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും അധിപനുമായുള്ള ദൈവം ഏകനാണെന്ന തീരുമാനത്തിലാണ് ഈ എല്ലാ ശ്രമങ്ങളും എത്തിച്ചേരുന്നത്. അതായത് ഈ ഒരു സഭയുടെ യഥാർത്ഥയുടെ ആ ഒരു സാക്ഷ്യം ഈ ആയത്തോളിൽ അള്ളാഹു പറയുകയുണ്ടായി. സഫായിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്, അണിയനായിട്ട് ഇരിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ സ്മരണയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മത പ്രഭാഷണങ്ങൾ ഉണ്ടാവുക. അതിന്റെ അവസാന ഫലം എന്തായിരിക്കും? ഇന്ന ഇലാഹുക്കും ലവാഹിദ്, അള്ളാഹു ഏകനാണ്. ഇതാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ പേരിൽ ആ ത്രിയേകത്വത്തിന്റെ ആ ഒരു അവരുടെ ആ സ്ഥലത്ത് അവിടെ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു ഇസ്ലാമിന്റെ യഥാർത്ഥമായിട്ടുള്ള അധ്യാപനം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ ചെറിയൊരു വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഇങ്ങനെ ചോദ്യം ഉണ്ടായേക്കാം, മുമ്പ് ഉണ്ടായിട്ടുണ്ടാകാം. നമ്മുടെ പുതു അഹമ്മദികൾ, നവ അഹമ്മദികൾ, യുവാക്കൾ, അവർക്കും ചോദ്യമുണ്ടാകും. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തഫ്സീർ സഗീറിൽ ഇതിന് മറ്റു ചില അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. സയ്യിദ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ സൈന്യം എന്നാണ് ഇസ്ലാമിക സൈന്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിവിധ പരിഭാഷകളിൽ വസാഫാത്ത് സഫൻ എന്നുള്ളതിന് വിവിധ അർത്ഥങ്ങൾ നൽകിയിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? അത്തരം സഹോദരന്മാരോട്, അത്തരം ചോദ്യം ചോദിക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സയ്യിദന ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തിന്റെയും 7 അർത്ഥങ്ങളുണ്ടാകും. അതിന് 7 അർത്ഥങ്ങളുണ്ടാവും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗ്രന്ഥമായ നുസൂലുൽ മസീൽ പറയുന്നു, കിതാബ് സുൽ വുജൂഹാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തഫ്സീർ സഗീറിൽ പറയുന്നു ഇതിന് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തഫ്സീർ കബീറിൽ എടുക്കുക. ഉദാഹരണമായി സൂറ ഫാത്തിഹ, അതിന്റെ 7 അർത്ഥങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. സൂറത്തുൽ ഹംദ്, സൂറത്തുൽ കൻസ്, സൂറത്തുൽ സഫാത്ത്. ഓരോ അർത്ഥം അനുസരിച്ച് വിശദീകരണം നൽകുന്നു. അത് ഉറുദുവിന്റെ 2 ലൈനിൽ ആ അർത്ഥങ്ങൾ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഉറുദു അല്ല ഏതെങ്കിലും ഭാഷകളായിക്കോട്ടെ, ഈ എല്ലാ അർത്ഥങ്ങളെയും അറബി ഭാഷയിലുള്ള ഈ അർത്ഥങ്ങളെല്ലാം ചെറിയ വാചകങ്ങളിൽ അത് ഒതുക്കി തീർക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അല്ലെങ്കിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ ഖുലഫാ കാലത്തിന്റെ ഖലീഫമാർ ഏതെങ്കിലും സാഹചര്യത്തിൽ ചില വിശദീകരണം നൽകുകയാണെങ്കിൽ ഒരു ആയത്തിന്, അത് ഏതെങ്കിലും ഒരു കാര്യത്തിനനുസരിച്ചിട്ടായിരിക്കും. മറ്റു ചിലത്ത് മറ്റൊരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. വിശുദ്ധ ഖുർആന്റെ എല്ലാ അർത്ഥങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. 100% അത് അതിൽ മാറ്റി യോജിക്കുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹുവിന്റെ ഈ തഫ്സീർ, ഈ മജ്ലിസിനെ, ഈ സഭയെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളത് 1300 വർഷം മുമ്പ് അള്ളാഹു പറഞ്ഞൊരു കാര്യമാണിത്. ഇത്തരത്തിലുള്ള സഭകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ എന്തായിരിക്കും? അണികളായി ഇരിക്കുന്നതാണ്. ഒരു പ്രത്യേക സംഘടനയുടെ കീഴിലായിരിക്കും. അള്ളാഹുവിന്റെ സ്മരണയായിരിക്കും ഉണ്ടായിരിക്കുക. മതങ്ങളുടെ അനുചരന്മാർ തങ്ങളുടെ മതങ്ങളെ സംബന്ധിച്ച് പ്രത്യേകതകൾ വിവരിക്കുന്നതായിരിക്കും. എന്നാലും ഇതിന്റെ എല്ലാം അവസാന ആ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ന ഇലാഹുക്കും ലവാഹിദ്, അള്ളാഹു ഏകനാകുന്നു. ആ ത്രിയേകത്വത്തിന്റെ ആ ഒരു കേന്ദ്രത്തിൽ അവിടെ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു ഈ ലെക്ചറിലൂടെ സ്ഥാപിച്ചത് യഥാർത്ഥത്തിൽ അള്ളാഹു ഒന്ന് തന്നെയാണ്. പിന്നീട് അതിനെക്കുറിച്ചുള്ള ഖണ്ഡനങ്ങൾ, അതിന്റെ പ്രതികരണങ്ങൾ, അതിന്റെ അഭിപ്രായങ്ങൾ വന്നത് അതെല്ലാം തന്നെ അൽ ഫസലിന്റെ ആ വാള്യങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ എപ്രകാരമാണ് ജനങ്ങൾ സമ്മതിക്കുന്നത്,
ഇതിൻ്റെ ഓരോ വാക്കുകളും ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നതായിരുന്നു. ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം കേൾക്കുന്നത്. സ്ത്രീകളുടെ അവകാശം ഇസ്ലാമിൽ എന്താണ് അതിൽ പറയുന്നുണ്ട്. പലിശയെ സംബന്ധിച്ച് ഹദ്റത്ത് മുസ്ലിം മോദർ പറയുന്നു. അതുപോലെ മറ്റു പല വിഷയങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു വിശദീകരണം അവർ ഒരിക്കലും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ആശ്ചര്യപ്പെട്ടു പോയി. ഇതിന്റെ ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ ഈ ആയത്തിന്റെ ഈ വിശദീകരണം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ താനുഹുന്റെ ദർസുൽ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഹുസൂർ ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ മതലോകത്തെ മാറ്റാണ് അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. 1996 ഉണ്ടായ ആ ലോകമത സമ്മേളനം, അതിൽ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന്റെ ആ പ്രഭാഷണം ഇസ്ലാമിക തത്വജ്ഞാനം ഹദ്റത്ത് മൗലാന അബ്ദുൽ കരീം സാബ് റളിയല്ലാഹു അൻഹു വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. അള്ളാഹു മുമ്പേ തന്നെ നൽകുന്ന സുവാർത്ത ഈ വിഷയം എല്ലാത്തിനേക്കാളും ഉന്നതിയിലായിരിക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ സംഭവിച്ചത്. ആ ഇസ്ലാമിക തത്വജ്ഞാനം, അതിന്റെ ആ ഒരു കാഴ്ച അത് ലണ്ടനിലെ ഈ ഒരു ഹാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ ആണ് തന്നെ എഴുതിയതെന്ന് പറയുന്നുണ്ട്. ഇസ്ലാമിക ഉസൂലിന്റെ ഇസ്ലാമിക തത്വജ്ഞാനം അത് വായിച്ചു കേൾപ്പിച്ച ഹദ്റത്ത് അബ്ദുൽ കരീം സാബ് സിയാൽക്കോട്ടിയായിരുന്നു. അതേപോലെ തന്നെ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം അത് എഴുതിയത് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു എഴുതിയത് ഈ കാദിയാനിൽ ഇരുന്നു കൊണ്ട് മെയ് മാസത്തിൽ 1924 ഇന്നേക്ക് 100 വർഷം മുമ്പ്. ഇന്നും നാം മെയ്യിൽ മാസത്തിലാണ്. ആ കൊടിയ വേനൽക്കാലത്ത് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ അഹമ്മദ് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്നുള്ള ബുക്ക് എഴുതുകയുണ്ടായി. അദ്ദേഹം തന്നെയാണ് എഴുതിയത്. ഇസ്ലാമിക ഫിലോസഫി പോലെ തന്നെ അത് കേൾപ്പിച്ചത് ഹസ്രത്ത് ചൗധരി മുഹമ്മദ് സഫറുല്ലാ ഖാൻ സാബ് ആയിരുന്നു റളിയല്ലാഹു തആല അൻഹു. രണ്ട് വിഷയങ്ങളും അത് യഥാർത്ഥ ജനങ്ങളെ അവിടെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലും മനസ്സിലും അത് പ്രഭാവം ചെലുത്തുകയുണ്ടായി. അത് ഒരു ആത്മീയമായിട്ടുള്ള ഒരു മഹാസംഭവമായിട്ടുള്ള ഒരു പ്രബന്ധമായിരുന്നു. അത് വായിക്കുന്നവരുടെ ഹൃദയത്തിലും മനസ്സിലും അത് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രഭാവം അത് ഉണ്ടാക്കിയെടുക്കുന്നു. ഇതായിരുന്നു ആ ഒരു പ്രവചനം ഹസ്രത്ത് മുസ്ലിം മൗഊദ് അൻഹു വിശുദ്ധ ഖുർആനിൽ നിന്നും എടുത്ത് ഇവിടെ ഈ മത സമ്മേളനത്തെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് അത് വായിച്ച് പറഞ്ഞത്. അതിൽ ഓരോ വാക്കുകളും സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു കാഴ്ചയാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വിശുദ്ധ ഖുർആന്റെ ഒരു സത്യസാക്ഷ്യമാണ്. സുൽ വുജൂഹാണ് ഖുർആൻ. സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് അത് ഓരോന്നിലും അത് യോജിക്കുന്നു. അത് യോജിപ്പിക്കുന്ന ഒരാൾ അള്ളാഹുവിൽ നിന്ന് വരുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖലീഫയായിരിക്കും. സാധാരണ ഒരു വ്യക്തിയുടെ ഇതിൽപ്പെട്ടതല്ല. അടുത്ത ചോദ്യം മൗലാന ഷെയ്ഖ് മുജാഹിദ് ശാസ്ത്രി സാഹിബിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മുൻകഴിഞ്ഞ പ്രവാചകന്മാർ നൽകിയ പ്രവചനങ്ങൾ അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുകളിൽ എങ്ങനെയാണ് പൂർത്തിയായത്? അഹമ്മദിയത്ത് അതായത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ ഇതിൻ്റെ വിശദീകരണം പറഞ്ഞു നൽകുന്നു. ജസാക്കുമുല്ലാഹു ഹുസ്നൽ ജസാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ കേട്ട പോലെ അഹമ്മദിയ അഥവാ യഥാർത്ഥ ഇസ്ലാം ആ മഹത്തമായ ഗ്രന്ഥമാണ്, ആ ലെക്ചറാണ് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക അധ്യാപനങ്ങളെ ഒരു പുതിയ രീതിയിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യാനുസൃതം വെക്കുകയുണ്ടായി. ഈ ഗ്രന്ഥത്തിൽ പല വിഷയങ്ങളെ സംബന്ധിച്ച് ഹുസൂർ വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് നാം നോക്കുകയാണെങ്കിൽ അള്ളാഹുമായിട്ട് എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കുക, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നല്ല സ്വഭാവം എങ്ങനെ കരസ്ഥമാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുന്നേ തുടക്കത്തിൽ ഹുസൂർ തിരുമനസ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. ഹുസൂറിനെ ഈ ലോകത്ത് വരേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ഒരു അധ്യാപനം വെക്കുന്നത് ഇത് ആരുടെ ഭാഗത്തുനിന്നാണ് എന്നും ഹുസൂർ വിശദീകരിച്ചിരിക്കുന്നു. അത് സംബന്ധമായിട്ടാണ് ഈ ഒരു ചോദ്യം. ഹുസൂർ തിരുമനസ് സ്വന്തം ഈ ചോദ്യം അവിടെ വെക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം, ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം, നാം സ്വീകരിച്ചിട്ടുള്ള ആ ഒരു മസീഹ് മൗഊദ് ഇസ്ലാം, അദ്ദേഹത്തെ സ്വീകരിച്ചത് ഹുസൂർ ഇസ്ലാമിൻ്റെ പ്രവചനങ്ങളെ പൂർത്തിയാക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രമല്ല, പക്ഷേ മറ്റുള്ള മതങ്ങളിലുള്ള പ്രവചനങ്ങളും
അത് ഈ ഒരു മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മുകളിൽ പൂർത്തിയാവുന്നു എന്നുള്ള കാരണം കൊണ്ടാണ്. ഒരു വരാനിരിക്കുന്നവൻ്റെ സംബന്ധിച്ച് എല്ലാവരും പ്രവചിച്ചിരിക്കുന്നു. പല പേരുകളാൽ അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ചില ആൾ കൽക്കി എന്നുള്ള പേര് വിളിച്ചു, ചില ആൾക്കാർ അതിന് മിഷിഹ എന്ന് പറഞ്ഞു. ഇനി ആ ഒരു പ്രവചനങ്ങൾ എന്തെല്ലാമാണ് ഹസരത്ത് മസീഹ് ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റുള്ള പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രവചനങ്ങൾ. ഈ ഒരു പ്രവചനം സംബന്ധിച്ച് പറഞ്ഞതിന് മുന്നേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രവചനങ്ങൾ രണ്ട് തരത്തിലുള്ളതാണുള്ളത്. ഒന്ന് വാഗ്ദാനം എന്ന രീതിയിലുള്ള പ്രവചനങ്ങളുണ്ട്. അതിലൊരു അറിവ്, ഒരു വരാനിരിക്കുന്ന കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ രീതിയിലുള്ള പ്രവചനങ്ങൾ അത് വഈദാണ്, അതായത് താക്കീതാണ്, ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ആരാണ് തൗബ ചെയ്യുന്നത് അവർക്ക് ആ ഒരു ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രവചനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള എല്ലാ മതങ്ങളും ഒരു വരാനിരിക്കുന്ന വാഗ്ദത്തവനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരു മതത്തിലും, ഇസ്ലാമിലുമുണ്ട്, ഹിന്ദു ഇസ്ലാത്തിലുമുണ്ട്, യഹൂദിയത്തിലുമുണ്ട്, ക്രിസ്തു മതത്തിലുമുണ്ട്. അവർ എല്ലാവരും പല പേരുകളാൽ, നാമത്താൽ അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും പറഞ്ഞിരിക്കുന്നു. അവർ കാത്തിരിക്കുകയായിരുന്നു, എല്ലാവരും അവർ ദുആ ചെയ്യുകയായിരുന്നു. ആ എല്ലാ അടയാളങ്ങളും പൂർത്തിയായിരിക്കുന്നു കാലഘട്ടത്തിൻ്റെ. ആ ഒരു വാഗ്ദത്ത പുരുഷൻ എവിടെയാണ്? ആ ഒരു കാലഘട്ടത്തിൽ ആ എല്ലാ അടയാളങ്ങളും പൂർത്തിയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ എല്ലാ അടയാളങ്ങളും അത് എല്ലാ മതങ്ങളും പറഞ്ഞ അടയാളങ്ങളും അത് ഒരേ രീതിയിലുള്ള അടയാളങ്ങളാണ്. ആ കാലഘട്ടത്തിൽ തിന്മയുടെ വർധനവുണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ്, അതുപോലെ രോഗങ്ങൾ വളരെ വർദ്ധിക്കും, നക്ഷത്രങ്ങൾ പൊട്ടുകയുണ്ടാവും, സൂര്യചന്ദ്രഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു, ഭൂചലനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു, വളരെയധികം യുദ്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ മതങ്ങളുടെ വിശ്വസിക്കുന്ന ജനങ്ങൾ അവർ ആ ഒരു വാഗ്ദത്ത പ്രതിപുരുഷനെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പ്രതിപുരുഷൻ വരികയും അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അവർ കാത്തിരിക്കുകയുണ്ടായിരുന്നു. അള്ളാഹു കാലഘട്ടത്തിൻ്റെ ആവശ്യാനുസൃതം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി വസ്സലാമിനെ ഖാദിയാനിൽ നിയോഗിക്കുകയുണ്ടായി. അവിടുന്ന് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് കൽക്കി അവതാരമായിരുന്നു. അവരിലുള്ള എല്ലാ ബലഹീനതകളെയും എല്ലാ തിന്മകളെയും ദൂരീകരിക്കാനുള്ള ആ ഒരു അവതാരകനായിരുന്നു ഹുസൂർ. അതുപോലെ തന്നെ ക്രിസ്തു മതക്കാർക്ക് മിശിഹയായിരുന്നു. ഒരു അടയാളം അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ക്രിസ്തു മതത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സൂര്യചന്ദ്രഗ്രഹണം സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു പ്രവചനം എത്രത്തോളം വലുതാണെന്നാൽ ഇസ്ലാം അതിനെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി വരാനിരിക്കുന്ന മഹദിയെ സംബന്ധിച്ച് ഹദീസിൽ അടയാളമായി പറഞ്ഞിരിക്കുന്നു, ഇന്നലി മഹദീന ആയത്തൈൻ ലം തകൂന മുൻദു ഖൽഖി സമാവാതി വൽ അർദ് തൻകസിഫുൽ ഖമറ ലി അവ്വലി ലൈലത്തി മിൻ റമളാൻ വ തൻകസിഫു ശംസ ഫി നിസ്ഫി മിൻഹു വലം തകൂന മുൻദു ഖൽഖി സമാവാതി വൽ അർദ്. അതായത് ഇതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മുടെ മഹദിക്ക് വേണ്ടി രണ്ട് അടയാളങ്ങളാണുള്ളത്. ആ അടയാളങ്ങളിൽ ഒന്ന്, ഈ അടയാളം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് ശേഷം ഒരാൾക്കും വേണ്ടിയിട്ടും ഇത് കാണിക്കപ്പെട്ടിട്ടില്ല. അതെന്താണ്? റംളാൻ മാസത്തിൽ ചന്ദ്രഗ്രഹണത്തിൻ്റെ ദിവസങ്ങളിൽ അതിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൽ ഗ്രഹണം സംഭവിക്കുന്നതാണ്. രണ്ടാമത് സൂര്യനും അതിൻ്റെ റമളാനിൽ അതിൻ്റെ ഗ്രഹണം സംഭവിക്കുന്ന ദിവസങ്ങൾ രണ്ടാമത്തെ ദിവസം സംഭവിക്കുന്നതാണ് എന്ന്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി വസ്സലാമിന് വേണ്ടിയിട്ട് അള്ളാഹു ഈ ഒരു അടയാളം 1894 അത് കാണിക്കുകയുണ്ടായി. 22 മാർച്ചിൽ 1894 അത് കാണിക്കുകയുണ്ടായി. ഈ ഒരു പ്രവചനത്തെ സംബന്ധിച്ച് ചില
പണ്ഡിതന്മാർ മൗലവിമാർ പറയുന്നു ഒന്നാമത് അത് റമദാൻ്റെ ഒന്നാമത്തെ ദിവസത്തിൽ നടക്കണമെന്നവർ പറയുന്നു. പക്ഷെ അവിടെ പ്രത്യേകമായി പറഞ്ഞിരിക്കപ്പെടുന്ന കാര്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാദിക്കുന്ന വ്യക്തി മഹദിയുടെ വാഗ്ദാനം അത് ചെയ്തിരിക്കുമെന്നാണ്. ആ ഒരു വ്യക്തി വാദിക്കും, അതിന് ശേഷമായിരിക്കും അള്ളാഹു ഒരു അടയാളം കാണിക്കുക. ആ വരാനിരിക്കുന്ന മഹദി നാം കാണുന്നു. ഇതുപോലെയുള്ള ഇതേ അടയാളം സംബന്ധിച്ച് മറ്റുള്ള ബൈബിളിൽ നമുക്ക് കാണുന്നു. മത്തായി 24:27 പറയുന്നു, ആ ദിവസങ്ങളിൽ ആ കാലഘട്ടത്തിലെ മുസീബത്തിന് ശേഷം സൂര്യൻ അത് ഇരുണ്ടതാകുന്നതാണ്, ചന്ദ്രൻ അതിൻ്റെ വെളിച്ചം കാണിക്കുകയില്ല, ആകാശ ശക്തികൾ അത് നഷ്ടപ്പെടുന്നതാണ് എന്ന്. ആ സമയത്ത് ദൈവപുത്രൻ വരുന്നതാണ്, അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ വെളിപ്പെടുന്നതാണെന്ന്. നമ്മുടെ ഹിന്ദുസ്ഥാനിലുള്ള ഹിന്ദു മത ഗ്രന്ഥങ്ങളിലും ഈ അടയാളത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അവസാന കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന മഹദിയെ സംബന്ധിച്ചും സത്യയുഗ് എന്നുള്ള കാലഘട്ടം തുടങ്ങുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ അടയാളം വെളിപ്പെടുന്നതാണ്. ഈ ശ്ലോകമാണ് ഭഗവത് പുരാണിൽ എഴുതപ്പെട്ടതാണ്. യഥാ ചന്ദ്ര സൂര്യഷ് തഥാ തത്തസ്വരസ്വതി ഏകരാശ്വോ സമർശന്തി തഥാത് ഭവതി തത്കൃതം. ഈ ഒരു ശ്ലോകം അത് ഭഗവത്തിലും മഹാഭാരതത്തിലുമുണ്ട്, അതുപോലെ തന്നെ വിഷ്ണു പുരാണത്തിലുമുണ്ട്. ഈ ശ്ലോകിൻ്റെ വിശദീകരണത്തിൽ ഹിന്ദുമതത്തിൽ ഒരു വലിയൊരു വിശദീകരണം എഴുതിയ ആൾ മഹാത്മാ സൂർദാസ് എന്നുള്ള വ്യക്തി, അദ്ദേഹം തുടർന്ന് ഇതിനെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു ആ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളിൽ ഈ അടയാളമാണ് സൂര്യചന്ദ്രഗ്രഹണം സംഭവിക്കുമെന്ന്. ദുഷ്ടമായിട്ടുള്ള ജനങ്ങൾ അതായത് ഇതിൻ്റെ തർജ്ജമ എങ്ങനെയാണ്, ആ ഒരു സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ആ ഒരു വരാനിരിക്കുന്ന പരിഷ്കർത്താവിൻ്റെ കാലഘട്ടത്തിൽ തീർച്ചയായും ഉണ്ടാവുമെന്ന്. കൽക്കി ഭഗവാൻ വരുന്ന സമയത്ത് സൂര്യനും ചന്ദ്രനും അത് ഒരേ മാസത്തിലെ ഗ്രഹണം സംഭവിക്കുന്നു അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഈ ഒരു വിശദീകരണം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതല്ല, പക്ഷേ സ്വന്തം ഹിന്ദു പണ്ഡിതന്മാരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഗ്രന്ഥം ചേതാവനി എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രവചനം പൂർത്തീകരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകമായി എൻ്റെ ഈ ഒരു കാര്യത്തെ ചുരുക്കിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വരാനിരിക്കുന്ന വാഗ്ദത്ത പുരുഷനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പ്രവചനങ്ങളുണ്ട്. അതിൽ ഒരു പ്രവചനങ്ങളിൽ ഒരു അടയാളമായിക്കൊണ്ട് ഒന്ന് അത് സൂര്യചന്ദ്രഗ്രഹണമാണ്. പല ഗ്രന്ഥങ്ങളിൽ ആ പ്രതിപുരുഷനെ സംബന്ധിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അത് പല വ്യക്തികളായിരിക്കില്ല, പക്ഷെ ആ എല്ലാ അടയാളങ്ങളും ഒറ്റൊരു വ്യക്തിയിലായിരിക്കും പൂർത്തിയാവുക. ഹിന്ദു ആ വ്യക്തിയെ കലിംഗ് എന്നുള്ള കൽക്കി അവതാരമായി കാത്തിരിക്കുന്നു. ക്രിസ്ത്യാനികൾ മിഷിഹ എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ മഹദി മസീഹ് എന്നായിട്ട് കാത്തിരിക്കുന്നു. നാം വിശ്വസിക്കുന്നു അള്ളാഹു ഈ അടയാളങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ മേൽ ഈ എല്ലാ അടയാളങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാം തന്നെയാണ് ഈ കാലഘട്ടത്തിലെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഇസ്ലാം, ഈ കാലഘട്ടത്തിലെ മഹദി മസീഹ്. ഹുദൂർ പറയുന്നു, ഞാൻ തന്നെയാണ് മൂസയും അതുപോലെ തന്നെ ആദമും എല്ലാ പ്രവാചകന്മാരുടെയും ആ ഒരു പൂർത്തീകരണം ഞാൻ തന്നെയാണ് പ്രവചനത്തിൻ്റെ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണുള്ളത്. മറ്റുള്ള പ്രവാചകന്മാരുടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ആ ഒരു പ്രവചനങ്ങൾ ശ്രദ്ധിക്കുകയും അത് പൂർത്തിയായോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമാണുള്ളത്. അള്ളാഹു അതിൽ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രേക്ഷകരെ, ഒരു ചോദ്യം ടെക്സ്റ്റ് മെസ്സേജിലൂടെ വന്നിട്ടുണ്ട്. ഞാൻ ആ ചോദ്യം വായിച്ച് കേൾപ്പിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള അബ്ദുള്ള സാഹിബാണ് ഈ ചോദ്യം അയച്ചിട്ടുള്ളത്. അദ്ദേഹം ചോദിക്കുന്നു, ഇസ്ലാം ഒരു പരിപൂർണ മതമാണ്, അതിൻ്റെ അധ്യാപനങ്ങൾ മുഴുവനായിരിക്കുന്നു. അപ്പോൾ അഹമ്മദിയത്തിനെ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഞാൻ ഹമീദ് കോസർ സാഹിബിനോട് ചോദിക്കുകയാണ് എൻ്റെ മറുപടി പറയുക. ഇതിൽ യാതൊരു സംശയവുമില്ല, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇസ്ലാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഈ ദീൻ പരിപൂർണമായിരിക്കുന്നു, ഇതിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും
ഉണ്ടായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അത് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമിന് നൽകിയ വിശദീകരണങ്ങൾ അത് യഥാർത്ഥമായിരുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ രണ്ട് വലിയ വിഭാഗമാണുള്ളത്, ഷിയയും സുന്നിയും. ആരംഭം തന്നെ നോക്കുക, അവർ ആദ്യത്തെ ആ 3 ഖലീഫമാരെ വിശ്വസിക്കുന്നില്ല. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അവർ അതിൽ വിശ്വസിക്കുന്നില്ല. അതത് അബൂബക്കർ റളിയല്ലാഹു, അതത് ഉമർ റളിയല്ലാഹു, അതത് ഉസ്മാൻ റളിയല്ലാഹു, ഈ 3 പേരെയും വിശ്വസിക്കുന്നില്ല ഷിയാക്കൾ. ഇനി നോക്കുക, അവർ ചോദിക്കുന്നു 10 ജുസുകൾ ഉണ്ടായിരുന്നില്ല. ഇനി സുന്നികളെ നോക്കുക, ഇതേ വിശുദ്ധ ഖുർആൻ അള്ളാഹു ആദ്യം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് പറയുണ്ടായി. ഈ മുസ്ലിങ്ങൾ തന്നെയാണ് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ കാലഹരണപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഇസ്ലാമിലൊരു കൊണ്ടുവന്നു. അപ്പോൾ ഇതുള്ള പല ഉദാഹരണങ്ങളുണ്ട്. അതിനെല്ലാം പറയുകയാണെങ്കിൽ വളരെ നീണ്ടുപോകും. സംക്ഷിപ്തമായി ആ ഒരു ദീൻ, ഈ ഒരു ഇസ്ലാം, ഹസ്രത്ത് മസീഹെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് സമർപ്പിച്ച ഈ ഒരു ഇസ്ലാം, ഈ ഒരു ദീൻ, ഈ 72 വിഭാഗങ്ങളിലായി വിഭജിക്കപ്പെട്ട മുസ്ലിങ്ങളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ 72 വിശദീകരണം നൽകുകയുണ്ടായി. വിശുദ്ധ ഖുർആന്റെ 72 തരത്തിലുള്ള വിശദീകരണം നൽകുന്നു. ഇസ്ലാമിനെയും ശരീഅത്തിനെയും എത്രത്തോളം വിശദീകരണം നൽകി എന്നാൽ നിങ്ങൾ നോക്കുക, അവരുടെ ഫുഖഹാക്കൾ ഒരു കാര്യത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നില്ല. ഈ എല്ലാ കാരണങ്ങളും കൊണ്ട് സയ്യിദന ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയുണ്ടായി, എൻ്റെ ഉമ്മത്തിൽ മസീഹിബിന് മറിയം വരുന്ന മസീബിന് മറിയം ഫീക്കും വ മിൻകും, അത് പുറത്തുനിന്നുള്ള ആളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഫീക്കും മിൻകുമാണ്. 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഹക്കമൻ അദ്ലൻ, നീതിമാനാവും വിധികർത്താവുമായിരിക്കും. അതിലെന്ന് പറഞ്ഞാൽ ഹക്കം എന്ന് പറഞ്ഞാൽ അവസാനമായി വിധി പറയുന്ന ആൾ. ഈ 72 വിഭാഗങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കുന്നത് അത് നീതിമാനായ വിധികർത്താവിന് മാത്രമേ അത് സാധിക്കുള്ളൂ, മറ്റാർക്കും സാധിക്കില്ല. അതാണ് അദ്ദേഹമാണ് യഥാർത്ഥ ഇസ്ലാം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുക. നാം അഹമ്മദിയത്ത് എന്ന് പറയുമ്പോൾ, യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് എന്തിനാണെന്നാൽ ഇത് ആ യഥാർത്ഥമായിട്ടുള്ള ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ലോകത്തിന് സമർപ്പിച്ച യഥാർത്ഥ ഇസ്ലാമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അഹമ്മദിയത്തിന് പേര് വെച്ചിട്ടുള്ളത്. അഹമ്മദി എന്നുള്ള ആ ഒരു സവിശേഷ ഗുണം സൂറത്ത് സഫിൽ പറയുകയുണ്ടായി, സൂറത്ത് ജുമായിലും പറയുകയുണ്ടായി. ആ യഥാർത്ഥ ഇസ്ലാം അദ്ദേഹമാണ് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുക. അഹമ്മദിയത്ത് എന്ന് പറയുമ്പോൾ അത് ഒരു വ്യതിരിക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. യഥാർത്ഥ ഇസ്ലാം നമ്മൾ സമർപ്പിക്കുന്നതാണ്, മറ്റുള്ളവർ സമർപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല. ഇനി നിങ്ങൾ നോക്കുക, നീതിമാനായ വിധികർത്താവ്, അതായത് എല്ലാവരെയും അദ്ദേഹത്തിന്മാരെ എല്ലാവരെയും ഒരുമിച്ച് വിടാൻ സാധിക്കുകയുള്ളൂ. വലിയ ചർച്ചകൾ നടക്കുന്നു മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഒരുമ ഉണ്ടാക്കുക എന്നുള്ളത്. അത് അസാധ്യമാണ്. ആ ഐക്യം ഉണ്ടാകണമെങ്കിൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ അനുസരിക്കണം. അത് എന്താണ്? ഹക്കമൻ അദലൻ, നീതിമാനായ വിധികർത്താവ്, അള്ളാഹു അയച്ച ആ നീതിമാൻ വിധികർത്താവ്. ഈ കാലഘട്ടത്തിൽ ഉള്ള അദ്ദേഹത്തിന്റെ ഖലീഫ ഏതുവരെ വാത്തസിമു ബി ഹബ്ലില്ലാഹി ജമിയൻ, അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുന്നത്, അതുവരെ അവർക്ക് ഈ ഭിന്നത അവസാനിക്കില്ല. ഈ അഭിപ്രായ ഭിന്നത അവസാനിപ്പിക്കണമെങ്കിൽ അത് അഹമ്മദിയ, ജമാഅത്ത് അഹമ്മദിയ, അതായത് യഥാർത്ഥ ഇസ്ലാമിൽ പങ്കാളികളാകും എന്നുള്ളതാണ്. ഇന്ന് ജമാഅത്ത് അഹമ്മദിയ മാത്രമാണ് ഓരോ വിഭാഗത്തിലെയും നിന്നും വന്നിട്ടുള്ളത്. ഷിയായിൽ നിന്നും, സുന്നിയിൽ നിന്നും, വഹാബിയിൽ നിന്നും, അഹ്ലെ ഹദീസിൽ നിന്നും, അതുപോലെ തന്നെ ദേവബന്ദിയിൽ നിന്നും ബറേലിയിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും വന്നിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഒരുമിച്ചുള്ള എല്ലാവരുടെയും തീരുമാനം, നീതിമാനായ വിധികർത്താവ് എന്താണോ പറയുന്നത് അത് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. കാരണം യഥാർത്ഥ അധ്യാപനം അദ്ദേഹം സമർപ്പിക്കുന്നതാണ്. ഇത് വേറെ ഒരു വ്യതിരിക്ത ഒരു പ്രത്യേക ഒരു വിഭാഗമല്ല. അതത്തെ മസീഹ് വസ്സലാമും തന്നെ പറയുകയുണ്ടായി, അത് വിശുദ്ധ നമുക്ക് ഖുർആൻ മജീദിൽ അൻസാരികളും മുജാഹിദിനെ കുറിച്ച് മുഹാജിറിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. അഹമ്മദിയത്ത് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഒരു
അദ്ദേഹം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒരു പ്രതാപ ഒരു നാമമാണ്. ആദ്യത്തേത് സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രതാപം പ്രതിഫലിപ്പിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേര് അഹമ്മദിയത്ത് യഥാർത്ഥ ഇസ്ലാമിൽ വെച്ചിട്ടുള്ളത്. ജസാക്കുമുള്ള. പ്രേക്ഷകരെ, മറ്റൊരു സുഹൃത്തിൻ്റെ ചോദ്യം ടെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ കേൾപ്പിക്കുകയാണ്. UK നിന്ന് ജഫർ അഹമ്മദ് സാബ് ചോദിക്കുന്നു, അള്ളാഹു ഏകനാണ്, എങ്ങനെയെങ്കിൽ ലോകത്ത് വിവിധ മതങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ ഷേഖ് മുജാഹിദ് അഹമ്മദ് ശാസ്ത്രി സാഹിബിനോട് അത് സംക്ഷിപ്തമായ മറുപടി നൽകുന്നതായി പറയാണ്. ജസാക്കുമുള്ള. അള്ളാഹു ഏകനാണ്, ഇത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമായ കാര്യമാണ്. എന്നാൽ പിന്നീട് ആ മതത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നു. അത് പ്രവാചകന്മാർ അദ്ദേഹം നൽകിയ ശേഷം അദ്ദേഹം ഒരു മനുഷ്യനാണ്, വഫാത്താവുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ അദ്ദേഹത്തിൻ്റെ ആ അധ്യാപനങ്ങളിൽ സ്വയം അവരിൽ നിന്ന് ചില കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുകയും ചിലത് കുറയ്ക്കുകയും ചെയ്യുന്നു. തൽഫലമായി ആ അധ്യാപനം ഉപേക്ഷിക്കപ്പെടുകയും പിന്നീട് മറ്റൊരു പ്രവാചകനെ അള്ളാഹു അയക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ആ യഥാർത്ഥ അധ്യാപനം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ ഏകനായ അള്ളാഹു ഈ ഒരു അത് എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാനപരമായ ഗ്രന്ഥത്തിലുണ്ട്. ഇന്ന് വളരെ പ്രത്യക്ഷമായ നിലയിൽ ശിർക്കുണ്ടെങ്കിൽ അത് പല മതങ്ങളിലുമുണ്ട്. എന്നാൽ ആ മതത്തിലും നാം നോക്കുകയാണെങ്കിൽ ആ ഏകത്വത്തിൻ്റെ ആ ഒരു അധ്യാപനം അത് ആ മതത്തിൻ്റെ അധ്യാപനം എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശ്രീകൃഷ്ണൻ അദ്ദേഹം പറയുകയുണ്ടായി, ഗീതയിൽ പറയുകയുണ്ടായി, ഈശ്വര സർവഭൂതനാം ഇദ്ദേശ്യ അർജന്തിഷ്ഠതി ബ്രാഹ്മിൻ സർവഭൂതാനി യന്ത്ര അർഗുനാനി. ഈശ്വരൻ, ദൈവം എന്ന് പറയുന്നത് ഈശ്വരൻ, സർവഭൂതാനം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലുണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള അധ്യാപനം. ഇത് തന്നെയാണ് അലാ ബി സിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പൊ ആ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു കാര്യം അത് എല്ലാ മതഗ്രന്ഥങ്ങളിലുമുണ്ട്. അത് ആ സമുദായക്കാരോട് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്, ആ ഒരു ദൈവം ഏകനാണ് എന്നുള്ള ഇത് കാര്യം അധ്യാപനം എല്ലാത്തിലും കാണാൻ സാധിക്കുന്നതാണ്. അത് ഏതുവരെ ഇസ്ലാം അത് അവതരിപ്പിച്ചിട്ടുണ്ടോ സമർപ്പിച്ചിട്ടുണ്ടോ മറ്റൊരു മതം അതുവരെ സമർപ്പിച്ചിട്ടില്ല. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ജനങ്ങളിൽ ആ തൗഹീദിൻ്റെ ഏകത്വത്തിൻ്റെ ആ സൂക്ഷ്മതകൾ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല, പ്രാപ്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഏകനാണ് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് വിവിധ മതങ്ങൾ അത് സാക്ഷ്യം പറയുകയും ചെയ്യുന്നു. എന്നിരുന്നാലും എന്നാൽ ആ മതത്തിൻ്റെ ആ മതത്തിൻ്റെ പ്രധാനപ്പെട്ടവർ അവർ മരിച്ചതിന് ശേഷം അതിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ ഷിർക്കിൻ്റെയും ബഹുദവിശ്വാസത്തിൻ്റെയും അധ്യാപനങ്ങൾ അതിൽ ഉടലെടുക്കുന്നു. അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ അള്ളാഹു പല പ്രവാചകന്മാരെയും എഴുന്നേൽപ്പിക്കുകയും അവർ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള അധ്യാപനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഈ കാലത്ത് അദ്ദേഹത്തെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആണ് ഇക്കാര്യത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോകാം. മൗലവി ഹമീദ് കോസാബിനോടാണ് ചോദ്യം. എല്ലാ പ്രവാചകന്മാരുടെ വരവിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. സയ്യിദ് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? സയ്യിദന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മുസ്ലിം റളിയല്ലാഹു തൻ്റെ ഈ ഗ്രന്ഥത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി വസ്സലാമിൻ്റെ വരവിനെ സംബന്ധിച്ചിൻ്റെ ഉദ്ദേശങ്ങൾ അത് പറഞ്ഞിരിക്കുന്നു. അതിലാദ്യത്തെ ഉദ്ദേശം ഹുസൂറിൻ്റെ വാക്കിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു എന്നെ അയച്ചിട്ടുള്ള ആ ഒരു കാര്യം എന്നുദ്ദേശം കൊണ്ടാണ് എന്നെ അയച്ചിട്ടുള്ളത്. അത് ഇതാണ്: അള്ളാഹുവും അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെയും ആ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കുഴപ്പം അതിനെ ദൂരീകരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് സ്നേഹവും അതുപോലെ തന്നെ കൂറിൻ്റെയും ബന്ധത്തെ നിലനാട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശവുമായിട്ട് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. പക്ഷേ ഈ ഒരു കുഴപ്പം
അതുപോലെ തന്നെ ദൂരം ഉണ്ടായ കാരണത്താൽ ആ ഒരു ബന്ധം അത് കേടായി കഴിഞ്ഞാൽ ഈ ഒരു കുഴപ്പത്തെ ദൂരീകരിക്കാനാണ് അള്ളാഹുവിനെ അയച്ചിരിക്കുന്നത്. പിന്നെ ഹുസൂർ ചുരുക്കിക്കൊണ്ട് പറയുന്നു, ഇസ്ലാമിലുണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതികൾ, ആ ഒരു ചിന്താഗതികളെ ഉന്മൂലനം ചെയ്യാൻ തന്നെ അള്ളാഹു അയച്ചിരിക്കുന്നത്. ഷിർക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ അയച്ചിരിക്കുന്നത്. ഇതെല്ലാമാണ് ഉദ്ദേശങ്ങൾ ഹുസൂറിൻ്റെ വരവിൻ്റെ. ഹുസൂർ തൻ്റെ പ്രസംഗത്തിൽ ഈ എല്ലാ ഉദ്ദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദ് അല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നാം ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുമ്പോൾ സയ്യിദ്ന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം 23 മാർച്ച് 1889 ജമാഅത്ത് അഹ്മദിയ്യയെ സ്ഥാപിക്കുകയുണ്ടായി. എന്നിട്ട് ഹുസൂർ തിരുമനസ് ഒരു വിളംബരം നടത്തുകയുണ്ടായി. പറയുകയുണ്ടായി, സൃഷ്ടികളും അതുപോലെ തന്നെ അള്ളാഹുമായിട്ട് തമ്മിലുള്ള ആ ഒരു ദൂരം, അത് ദൂരമുണ്ടായിട്ടുള്ള ആ ഒരു ദൂരത്തെ ദൂരീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അള്ളാഹുമായി നിങ്ങളുടെ സുലഹ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രഞ്ജിപ്പിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആരാണോ ആഗ്രഹിക്കുന്നത് അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ, ഞാൻ വെച്ചിരിക്കുന്ന ഈ ഒരു ബയ്യത്തിൻ്റെ നിബന്ധനകൾ ഇതിനെ വായിക്കുക. അതിനുശേഷം ലുധിയാനയിൽ 23 മാർച്ചിൽ വരിക. 1889 23 മാർച്ചിൽ വരിക. ലുധിയാനയിൽ വരികയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഞാൻ ഇടുന്നതാണ് എന്ന്, അതായത് അള്ളാഹുമായിട്ടുള്ള രഞ്ജിപ്പിൻ്റെ അടിസ്ഥാനം. ഹുസൂർ അതിൻ്റെ ഹെഡിങ്ങായി എഴുതിയത് ബാത്ത് ബറായ തൗബ എന്ന്, അതായത് തൗബ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയ്യത്ത്. ആ 40 ജനങ്ങൾ ജമാഅത്തിൽ പ്രവേശിച്ച 40 ജനങ്ങൾ ഈ ഒരു വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ജമാഅത്തിൽ പ്രവേശിച്ചത്. നാം ആ 10 നിബന്ധനകളിൽ പ്രവർത്തിക്കുന്നതാണ് എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു ജമാഅത്തിൽ പ്രവേശിച്ചത്. അള്ളാഹുമായിട്ട് ഒരാളെയും ഞങ്ങൾ കൂട്ടുപിടിക്കുകയില്ല. അങ്ങനെ ജമാഅത്ത് സ്ഥാപിതമാവുകയുണ്ടായി. സയ്യിദുനാ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം വഫാത്തായപ്പോൾ അവിടുന്ന് 1908 26 മെയ്യിലാണ്, ഹുസൂറിൻ്റെ മെയ്യാണെന്ന്. ഹുസൂർ തൻ്റെ മരണത്തിന് മുന്നേ ഒരു ഗ്രന്ഥം എഴുതുകയുണ്ടായി, അതായത് പെഗാമെ സുലഹ്. ഹുസൂർ പറയുകയുണ്ടായി, കുറഞ്ഞ പക്ഷം എൻ്റെ ജമാഅത്തിൽ 4 ലക്ഷം ജനങ്ങളുണ്ട്. ഇപ്പോൾ 19 വർഷത്തിനുള്ളിൽ 4 ലക്ഷത്തിനുള്ളിൽ ആൾക്കാർ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം അല്ലാഹു തആല ഈ ഒരു ഗണ്ണിക വെച്ചുകൊണ്ട് പറഞ്ഞത്, അള്ളാഹു ഇത് കാര്യത്തെ സംബന്ധിച്ചാണ്, എന്ത് ഉദ്ദേശത്തോടെയാണ് അള്ളാഹു മസീഹ് ഇസ്ലാമിനെ അയച്ചിരിക്കുന്നത്, ആ ഒരു ദൂരം അത് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഹസ്രത്ത് മസീഹ് ഇസ്ലാമിനെ അയച്ചിരിക്കുന്നത്. ഹസ്രത്ത് മസീഹ് ഇസ്ലാം അതിൻ്റെ ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം അത് പൂർത്തിയാവുകയുണ്ടായി. നാം നോക്കുകയാണെങ്കിൽ ഈ എതിർപ്പുകളുടെ ഉണ്ടായിട്ട് കൂടി ഹുസൂർ 23 മാർച്ച് 1989 തുടങ്ങിയ ആ ഒരു ജമാഅത്ത് ഹുസൂറിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് 4 ലക്ഷം ജനങ്ങൾ ഈ ഒരു ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം അത് വർദ്ധിപ്പിച്ച, കൂട്ടി യോജിപ്പിച്ച എത്ര ജനങ്ങൾ ഉണ്ടാവുകയുണ്ടായി മസീഹ് ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ തന്നെ. ഒരു ഉദാഹരണം ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഹസ്രത്ത് മിയാ മുഹമ്മദ് ദീൻ സാഹിബ് ഒരു സഹാബിയാണ്. 313 സഹാബാക്കൾ ഉൾപ്പെട്ട സഹാബിയാണ്. 1901 അദ്ദേഹത്തിൻ്റെ വഫാത്താവുകയുണ്ടായി. ഞാൻ ഒരു നിരീശ്വരവാദിയായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ നിരീശ്വരവാദിയുടെയും ബ്രഹ്മസമാജന്മാരുടെയും പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് വളരെയധികം വിദൂരപ്പെട്ടിരുന്നു. ഞാൻ ഇസ്ലാമിൽ നിന്ന് വളരെയധികം ദൂരെ പോയിരുന്നു. എങ്ങനെയോ എനിക്ക് ബറാഹിനി അഹ്മദി എന്ന ഗ്രന്ഥം കിട്ടുകയുണ്ടായി. ഞാൻ കുറച്ച് പേജുകൾ മാത്രം വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. രാത്രി സമയത്ത് ജനുവരിൻ്റെ മാസമായിരുന്നു. ആ പേജുകൾ വായിച്ചതിന് ശേഷം ഞാൻ കാണുകയുണ്ടായി,
വളരെയധികം തണുപ്പിൽ ഞാൻ പോയിക്കൊണ്ട് ഒതുവെടുക്കുകയും അതായത് രാത്രി ഞാൻ നമസ്കരിക്കുകയും ചെയ്യുകയുണ്ടായി. ബറാഹിനി അഹമ്മദിയ വായിക്കുന്നതിന് മുമ്പ് ഒരു മരിച്ചൊരു വ്യക്തി ആ ഒരു ഗ്രന്ഥം വായിച്ചതിന് ശേഷം വീണ്ടും ജീവിക്കുകയുണ്ടായി. ഇതാണ് ആ ഒരു അള്ളാഹും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായിട്ടുള്ള ആ ഒരു ദൂരം കുറക്കുന്ന രഞ്ജിപ്പുണ്ടാക്കുന്ന ആ ഒരു വ്യക്തി ഹുസൂറുണ്ടാക്കിയ ആ ഒരു ബന്ധം, അള്ളാഹുമായിട്ടുള്ള ബന്ധം ഇതാണ്. പക്ഷേ ഇത്ര വലിയ അത്ഭുതകരമായിട്ടുള്ള വിപ്ലവം അള്ളാഹുവിനെ അന്വേഷിച്ചുകൊണ്ടിറങ്ങിയ ജനങ്ങൾ അവർക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുത്തത് മുസ്ലിം ഇസ്ലാമാണ്. സയ്യിദന ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷെയ്ഖ് സാഹിബ് അദ്ദേഹം അള്ളാഹുവിനെ അന്വേഷിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങിയതാണ്. അദ്ദേഹം ആ അള്ളാഹുവിനെ ലഭിച്ചതിന് ശേഷം തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ആ അള്ളാഹുവിനെ വിടുകയില്ല എന്ന് പറയുകയുണ്ടായി. ആ ബുർക്കിന ഫാസയിൽ കഴിഞ്ഞ വർഷം വഫാത്തായിട്ടുള്ള ഷഹീദായിട്ടുള്ള ആ ഒരു ഷുഹദാക്കൾ അവരെന്താണ് കണ്ടിരുന്നത്? അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ എൻ്റെ ഒരു ബന്ധം അവർ അത് ഉപേക്ഷിക്കാൻ അവർ ആഗ്രഹിച്ചില്ല. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സയ്യിദന ഹസ്രത്ത് മസീഹ് ഇസ്ലാമിനെ അള്ളാഹു അയച്ചിരിക്കുന്നത്. ബൈ അബ്ദുറഹ്മാൻ സാഹിബ് ഖാദിയാനി റളിയല്ലാഹു തആല അൻഹു എന്നൊരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം 313 സഹാബാക്കൾ പെട്ട സഹാബിയായിരുന്നു. അദ്ദേഹം ഹിന്ദുവിൽ നിന്ന് വന്നതാണ്. തൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹം പറയുമായിരുന്നു, ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ 2 ഗ്രന്ഥങ്ങൾ അൻവാറുൽ ഇസ്ലാം അതുപോലെ തന്നെ നിഷാനെ ആസ്മാനി എന്നുള്ള 2 ഗ്രന്ഥങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. എൻ്റെ ഷിർക്ക് ആ ഒരു ഗ്രന്ഥങ്ങൾ ഇല്ലാണ്ടാക്കുകയുണ്ടായി. ഞാൻ തൗഹീദിൽ വന്നു ചേരുകയുണ്ടായി. ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ കാലിൽ ഞാൻ വന്ന് വീഴുകയുണ്ടായി. ബായ് അബ്ദുറഹ്മീൻ സാഹിബ് എന്നുള്ള സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം സിഖ് മതത്തിൽ നിന്ന് വന്നതാണ്. ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ ഹുസൂറിനെ കണ്ടുകൊണ്ടും ഹുസൂറിൻ്റെ ആ ഒരു സഹവാസത്തിൽ താമസിച്ചുകൊണ്ടും എല്ലാ വിധത്തിലുള്ള തിന്മകളിൽ നിന്നും അദ്ദേഹത്തെ പരിശുദ്ധീകരിക്കുകയുണ്ടായി. സൃഷ്ടാവിൻ്റെയും സൃഷ്ടികളും തമ്മിലുള്ള ഒരു വിദൂരം അത് ഹുസൂർ തിരുമനസ് അത് കുറക്കുകയുണ്ടായി. അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിച്ചു കൊടുക്കുകയുണ്ടായി. ഇവിടെ വന്നുകൊണ്ട് മസീഹ് ഇസ്ലാമിൻ്റെ സഹവാസം ലഭിച്ചുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച അവരോട് ചോദിക്കുക. അത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആലാന്റെ ജീവിതം നോക്കുക. വന്നതിന് ശേഷം അത് മസീഹ് ഇസ്ലാമിൻ്റെ ആ ഒരു സ്നേഹത്തിൽ അദ്ദേഹം വളരെയധികം ആഴ്ന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹം അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ബന്ധം അത് സൃഷ്ടാവുമായി ഹുസൂർ സ്ഥാപിക്കുകയുണ്ടായി. ഹുസൂറിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇന്നും ഹുസൂറിൻ്റെ ആ ഒരു മജ്ലിസുകളുടെ റിപ്പോർട്ടുകൾ വായിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലും നമുക്ക് ആ ഒരു ബർക്കത്തുകൾ അത് ലഭിക്കുന്നതാണ്. അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യുല്ലാഹു തആല ബിൻ അസീസിൻ്റെ ആ ഒരു ഖുതുബകൾ ആ പ്രസംഗങ്ങളെല്ലാം നാം വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. ദുആ ചെയ്യുകയും വേണ്ടതാണ്. അള്ളാഹു എനിക്ക് അത് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി തരിക എന്ന് ദുആ ചെയ്യുക. അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് നീ നൽകുക എന്ന് ദുആ ചെയ്യുക. ഈ ഒരു ഉദ്ദേശങ്ങളാണ്, ഈ ഒരു ലക്ഷ്യങ്ങളാണ് അത് മുസ്ലിം ഇസ്ലാമിൻ്റെ വരവോടുകൂടി അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. ചില ഉദാഹരണങ്ങളോടുകൂടി ഞാൻ വിശദീകരിച്ചിരിക്കുന്നു. ജസാക്കുമുല്ലാഹ് തആല. ഈ പ്രോഗ്രാം തുടർന്നുകൊണ്ട് ഞാൻ ഷെയ്ഖ് മുജാഹിദ് സാബ് ശാസ്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെയും മറ്റ് മുസ്ലിം വിഭാഗങ്ങളുടെയും വീക്ഷണത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ജസാക്കുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമയം വളരെ കുറച്ചുള്ളൂ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. നമ്മുടെ പ്രിയങ്കരനായ ഇമാം ഖാത്തമുൻ നബീൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അദ്ദേഹം നമുക്ക് ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ, ഏറ്റവും ഉന്നതമായ, ശ്രേഷ്ഠമായ, പരിപൂർണമായ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ആണ്. ഈ മഹത്തായ ഗ്രന്ഥം അത് ആത്മീയതയുടെ പുതിയ കവാടങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കുകയുണ്ടായി. നിർജീവരെ ജീവനുള്ളവരാക്കി തീർക്കുകയുണ്ടായി. അത് ഖിയാമത്ത് നാൾ വരെ തുടർന്ന് കൊണ്ടുവരിക്കുന്നതാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിന് അനുഗ്രഹം അവൻ നമുക്ക് ഈ ഫുർഖാൻ നൽകിയിരിക്കുന്നു.
ഇപ്പോൾ ആ മുട്ടായിരുന്നത് ഇപ്പോൾ അത് വിടരാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ ഒരു മാർഗം ലോകത്തിന് മുന്നിൽ അത് തുറന്നു തന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ മനുഷ്യർ അത് പ്രാവർത്തികമാക്കിയപ്പോൾ, അത് തങ്ങളുടെ ജീവിതത്തിൽ അത് സ്വായത്തമാക്കിയപ്പോൾ തൽഫലമായി അവർക്ക് ആത്മീയതമായ അഭിവൃദ്ധി ഉണ്ടാവുകയോടൊപ്പം തന്നെ ഭൗതികമായ നിലയിലും അവർ ഉന്നതി പ്രാപിക്കുകയുണ്ടായി. പിന്നീട് ഒരു കാലഘട്ടം വന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് മുസ്ലിങ്ങൾ ദൂരപ്പെടുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ സ്വയം അതിനെക്കുറിച്ച് പറയുന്നു റസൂലിന്റെ വാക്കുകളിലൂടെ, വക്കാല റസൂലു യാ റബ്ബി ഇന്ന കൗമി ഇത്തഖസു ഹാദൽ ഖുർആന മഹജൂറ. റസൂൽ പറയുകയുണ്ടായി, അല്ലാഹുവേ നാഥ, എൻ്റെ സമുദായം ഈ വിശുദ്ധ ഖുർആനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ കാലഘട്ടമാണ് സംബന്ധിച്ച ഈ അവസാന കാലഘട്ടം സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യക്ഷമായ നിലയിൽ വിശുദ്ധ ഖുർആനെ വിശ്വസിക്കുന്നു, ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ പ്രാവർത്തികമായ നിലയിൽ അവരുടെ ജീവിതത്തിൽ അതിൽ യാതൊരു പ്രാവർത്തിക രൂപവും കാണാൻ സാധിക്കുന്നതല്ല. വിശുദ്ധ ഖുർആൻ അവരുടെ വീടുകളിൽ അലമാരയിൽ പൊതിഞ്ഞു വെക്കുന്നതായി കാണാൻ സാധിക്കാം, എന്നാൽ അവരുടെ ജീവിതത്തിൽ അത് കാണാൻ സാധിക്കില്ല. അതിർത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയച്ചപ്പോൾ അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ ആ ശ്രേഷ്ഠത ലോകങ്ങളിൽ ഹൃദയങ്ങളിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിർത്ത് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആനെ അള്ളാഹു സുറയ്യ നക്ഷത്രത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. മുസ്ലിങ്ങളുടെ എന്തായിരുന്നു വീക്ഷണം എന്ന് പറയുകയാണെങ്കിൽ, എന്തായിരുന്നു അവരുടെ വീക്ഷണം? ചിലരുടെ വിശ്വാസം ഈ 30 ജുസുള്ള ഖുർആൻ ഇത് പൂരല്ല, 10 ജുസ് അത് നഷ്ടപ്പെട്ടു എന്ന് ചിലർ പറയുന്നു. ചിലരുടെ വിശ്വാസം വിശുദ്ധ ഖുർആന്റെ ചില വചനങ്ങളിൽ അതിൽ ചില വചനങ്ങൾ കാലഹരണപ്പെട്ടിരിക്കുന്നു, ചില ആയത്തുകൾ അവയെ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു. ഇത് പാരായണം ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ഒരു വിശ്വാസം നമ്മൾ ശരിയാണെങ്കിൽ ഇന്നൊരാൾ 5 ആയത്ത് കാലഹരണപ്പെടുത്തുന്നു, നാളെ മറ്റൊരാൾ 10 വെക്കുന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ വിശ്വാസം ഇല്ലാതാക്കിയതാണ്. ചിലർ അതിനേക്കാൾ അപ്പുറത്തായിട്ട് വിശുദ്ധ ഖുർആന്റെ ആ വെളിപാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച വെളിപാട്, അതിൽ ചില വചനങ്ങൾ ശൈത്താനും അത് കൂട്ടിക്കലർത്തിയിരുന്നു. ആ സൂറത്ത് നജമിലെ ആ ആയത്ത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ അതിന് വിശദീകരണത്തിൽ പറയുന്നു അത് ശൈത്താന് ഒരു ചിലത് കൂട്ടിക്കലർത്തുകയും തൽഫലമായി സഹാബകൾ സുജൂദ് ചെയ്യുന്നു പറയുന്നു. ചിലർ പറയുന്ന വിശുദ്ധ ഖുർആനെ അവർ പറയുന്നത് അത് വിശുദ്ധ ഖുർആനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതിനേക്കാൾ അവർ പ്രാധാന്യം നൽകുന്നത് ഹദീസിനാണ്, കാരണം ഹദീസാണ് നമുക്ക് ഖുർആനെ മനസ്സിലാക്കി തരുന്നതെന്ന്. ചിലരുടെ വിശ്വാസം ഈ വിശുദ്ധ ഖുർആന്റെ ഈ പദങ്ങൾ അത് ദൈവിക വെളിപാടുകളല്ല, മറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്റെ സ്വന്തമായിട്ടുള്ള വാക്കുകളാണ്. അവരുടെ ആ ചിന്ത അതിൽ വളരെയധികം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പണ്ഡിതന്മാർ. ചിലർ പറയുന്നു വിശുദ്ധ ഖുർആന് പരിഭാഷപ്പെടുത്താൻ സാധിക്കില്ല, അത് അറബി ഭാഷയിൽ മാത്രമേ പാടുള്ളൂ, അത് പല നൂറ്റാണ്ടുകളോളം അതിൻ്റെ പരിഭാഷ ഉണ്ടായില്ല. ചില മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആന് ചില പദങ്ങൾ മുന്നോട്ടും പിന്നോട്ടും മാറ്റിയെന്നുള്ള അഭിപ്രായക്കാരാണ്. ചില തെറ്റായ കഥകളെയും വിശുദ്ധ ഖുർആനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അതായത് വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ചിലർ പറയുന്നു. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കാണുമ്പോൾ, ഈ വീക്ഷണങ്ങൾ നാം കാണുമ്പോൾ, അത് മുസ്ലിം വിവിധ വിഭാഗങ്ങളുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ്. ഇനി നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ ഈ ഒരു വചനങ്ങളുടെ ഈ ഒരു ചിത്രം അത് നാം സമർപ്പിക്കുകയാണെങ്കിൽ ഒരു അമുസ്ലിം അത് എങ്ങനെയാണ് അതിനെ ദൈവിക വചനമെന്ന് അവർ വിശ്വസിക്കുക? തൽഫലമായിട്ട് വളരെയധികം വിചിത്രങ്ങളായ അവർ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന്റെ ആ മഹത്തായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആന്റെ സേവനവുമാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആൻ അധ്യാപന ജനങ്ങളെ ഹൃദയത്തിലേക്ക് കൂടിയിരുത്തി അള്ളാഹുമായി സൃഷ്ടികളുടെ ആ ബന്ധം സ്ഥാപിക്കേണ്ടായി. മൗലാന സാഹിബിനെ കുറിച്ച് പറയുകയുണ്ടായി, എങ്ങനെയാണ് ആ മാലിന്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാറ്റിയെന്ന്. ദൈവ വചനങ്ങളായ വിശുദ്ധ ഖുർആൻ അതിന്റെ യഥാർത്ഥ ആ സ്ഥാനവും പദവിയും ലോകങ്ങൾക്കും ലോകത്തിനും സമർപ്പിച്ചു. മറ്റുള്ളവരുടെ ചന്ദ്രനാവുന്ന എന്നാൽ നമ്മുടെ ചന്ദ്രൻ വിശുദ്ധ ഖുർആനെന്ന് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി. ഈ എല്ലാ ഈ തരത്തിലുള്ള തെറ്റായ എല്ലാ വിശ്വാസങ്ങളും, അതായത്
കാലഹരണപ്പെട്ട കാര്യങ്ങളും ഷൈത്താൻ അതിൽ കലർത്തിയെന്നുള്ള കാര്യങ്ങളും അതെല്ലാം തന്നെ ഖണ്ഡിച്ചുകൊണ്ട് ആ ബിസ്മില്ലാഹുടെ ബാ മുതൽ വന്നാസിൻ സീൻ വരെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്ന് ഹദരത്ത് മസീഹ് വസ്സലാം സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് വിശുദ്ധ ഖുർആനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് യഥാർത്ഥമായി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന കാര്യങ്ങളും പറഞ്ഞു. ഖുർആനും സുന്നത്തും ഹദീസിനെയും കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ വിശുദ്ധ ഖുർആനെ ഒരു ജീവനുള്ള ഗ്രന്ഥമായി ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു സമർപ്പിക്കുകയുണ്ടായി. അത് അലമാരിൽ വെക്കാനുള്ളതല്ല, മറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു മാർഗ രൂപമായി അദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി. അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്ന മാർഗമായി അദ്ദേഹം കാണിക്കുകയുണ്ടായി. മുഴു ലോകത്തെയും അദ്ദേഹം വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഞാൻ ഒരു ഉദ്ധരണി മാത്രം പറയാം. മസീഹ് വസ്സലാം പറയുന്നു, നിങ്ങളുടെ എല്ലാ വിജയവും അതിന്റെ ഉറവിടം വിശുദ്ധ ഖുർആനാവുന്നു. നിങ്ങളുടെ ഒരു ദീനി ആവശ്യവും വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കാറ്റില്ല. നിങ്ങളുടെ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് ഖിയാമത്ത് നാളിൽ സാക്ഷ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആനായിരിക്കും. ഖുർആൻ അല്ലാതെ ആകാശത്തിന് കീഴിൽ മറ്റൊരു ഗ്രന്ഥവുമില്ല. വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നേരായ മാർഗം നൽകുന്നതാണ്. അള്ളാഹു നിങ്ങളിൽ ഔദാര്യം ചെയ്തിരിക്കുന്നു ഈ വിശുദ്ധ ഖുർആനെ പോലുള്ള ഗ്രന്ഥം നിങ്ങൾക്ക് നൽകിക്കൊണ്ട്. വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നിങ്ങൾ നബിമാരെ പോലെ ആക്കി തീർക്കുന്നതാണ്, നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടിയില്ലെങ്കിൽ. ഇതാണ് ആ ദൈവിക സന്ദേശം, ആ സുവാർത്ത മുഴു ലോകത്തിനു വേണ്ടി ഹദരത്ത് മസീഹ് നൽകിയത്. വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥമല്ല, വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുള്ള ഒരു ഗ്രന്ഥമാകുന്നു. മനുഷ്യനെ നബിമാരെ പോലെ ആക്കി തീർക്കുന്നു, അത് നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടിയില്ലെങ്കിൽ. തൽഫലമായിട്ട് വിശുദ്ധ ഖുർആനെ ആരാണ് യഥാർത്ഥമായി വിശുദ്ധ ഖുർആനെ പിൻപറ്റുന്നത് അവർക്ക് അള്ളാഹുമായി ഒരു സുദൃഢമായ ബന്ധം ഉണ്ടാക്കുന്നത്. അതിന് യാതൊരു ഉദാഹരണങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ആ വീക്ഷണത്തിലുള്ള വ്യത്യാസം മറ്റു വിഭാഗങ്ങളുമായിട്ടുള്ള അഹമ്മദി മുസ്ലിം ജമാഅത്തുമായിട്ടുള്ളത്. അതായത് അഹമ്മദിയുടെ വീക്ഷണത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു ജീവനുള്ള ഗ്രന്ഥമാകുന്നു. അത് ജീവിതത്തിന്റെ എല്ലാ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് അനുഗ്രഹങ്ങൾ നൽകുന്നൊരു ഗ്രന്ഥമാകുന്നു. അത് പിൻപറ്റുകയാണെങ്കിൽ ജീവനുള്ള അള്ളാഹുമായി നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹ്. പ്രേക്ഷകരെ, ഇതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ അവസാനത്തിൽ ഞാൻ സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇസ്ലാമിൻ്റെ പേരിനെ നിരാകരിക്കുകയോ ആ പേരിനെ നാണക്കേടായി കരുതുകയോ ചെയ്യുന്ന ജനങ്ങളെ ഞാൻ ശബ്ദർ എന്ന് വിളിക്കുന്നതാണ്. ഞാൻ ഒരു പുത്തൻ ആശയവും കൊണ്ടുവന്നിട്ടില്ല. ഹംബലി, ഷാഫി എന്നൊക്കെ പോലുള്ള ഒരു പേരാണ് അഹമ്മദി. മാത്രമല്ല, അഹമ്മദ് നാമം കൊണ്ട് ഇസ്ലാമിന്റെ വന്ധ്യസ്ഥാപകരായ അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ബന്ധമുള്ളവൻ. മറ്റൊരു പേരിലും ഈ ഒരു ബാന്ധവുമില്ല. അഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. ഇസ്ലാം അഹമ്മദിയാണ്, അഹമ്മദി ഇസ്ലാമാണ്. ഹദീസിൽ മുഹമ്മദി എന്ന് പേരും വെച്ചിരിക്കുന്നു. ചില സമയത്ത് പല വാക്കുകളും ഉണ്ടാകും, എന്നാൽ അർത്ഥം ഒന്നായിരിക്കും. അഹമ്മദി എന്ന പേര് വ്യതിരിക്തമായ അടയാളമാകുന്നു. ഇക്കാലത്തുള്ള കൊടുങ്കാറ്റ് മുമ്പോ പിമ്പോ സമാനതകളില്ലാത്തതാണ്. ഇക്കാരണത്താൽ ഒരു പേര് അനിവാര്യമായിരുന്നു. അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ളത് അഹമ്മദികളാണ്. മൽഫൂസാത്ത് വാള്യം 4 പേജ് 502 പുതിയ എഡിഷൻ. പ്രേക്ഷകരെ, ഇതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല അടുത്ത എപ്പിസോഡിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾ അനുമതി നൽകുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया